ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കർക്കിടകം സ്പെഷ്യൽ ആയിട്ട് ഒരു ഞവര ഫേഷ്യലാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. പലരും ചോദിക്കണ്ടായിരുന്നു വീട്ടിലിരുന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ ആയുർവേദത്തിൽ. തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ്. നമ്മൾ ഞവര എന്ന് പറഞ്ഞ ഈ സംഭവം എന്നുള്ളത് എല്ലാ അങ്ങാടി കടകളിലും അതുപോലെ തന്നെ മിക്ക സൂപ്പർ മാർക്കറ്റ്സിലും വരെ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു സംഭവം വെച്ചിട്ട് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ വീട്ടിൽ ഈ പ്രത്യേകിച്ചും ഈ കർക്കിടക മാസത്തിൽ നമുക്ക് ഒരു ഞവര കിഴി അല്ലെങ്കിൽ ഞവര ഫേഷ്യലൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ കിഴി കെട്ടിയെടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ചുകൂടി ഇങ്ങനെ മസാജ് ഒക്കെ ചെയ്യാനായിട്ടാണ് ഞാൻ കിഴി കെട്ടിയെടുക്കുന്നത്. ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ലാത്തവർ നിങ്ങൾക്ക് പാക്ക് തയ്യാറാക്കും. പാക്ക് എന്ന് പറയുമ്പോൾ നന്നായിട്ട് ഫൈനായിട്ട് മിക്സിയിൽ അടിച്ചെടുത്ത് മുഖത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പൊത്തി വെച്ചിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ കഴുകി കളഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ 1 by 1 പറയാം ഏതൊക്കെ സ്റ്റെപ്പാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കംപ്ലീറ്റ് വീഡിയോ കാണാം, എന്നാലും നിങ്ങൾക്ക് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം. പിന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഞവരയുടെ ഗുണങ്ങൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞുതരാം. ഞവര എന്ന് പറയുന്നത് ഒരു റെഡ് റൈസ് എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്. അതിന് വളരെയധികം പോഷക ഗുണമുള്ളതാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇത് കുറുക്കിയൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ശരീരത്തിന് ബലം വെക്കാനും പുഷ്ടിയൊക്കെ വെക്കാനും നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കർക്കിടക മാസത്തിൽ നമ്മൾ ഇതിനെ ഇൻടേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് പോഷകം കിട്ടാനും പോഷക മൂല്യമുള്ളതും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ഒരു ബലം കിട്ടാനൊക്കെ നമുക്ക് യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ ഫേസിൽ യൂസ് ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ ഹോൾ ബോഡി യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെഡ് സെൽസിനെ റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു സ്കിന്നിന് നറിഷ്മെന്റ് കൊടുക്കാനും സ്കിൻ ടൈറ്റനിങ്ങിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു സൂപ്പർ റൈസ് ആണ് എന്ന് പറയുന്നതാണ് ഈ ഞവര അരി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഞവര അരി ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫേഷ്യലാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എല്ലാവരും കാത്തിരുന്ന പോലെ അല്ലെങ്കിൽ ഞാനും എക്സൈറ്റഡ് ആണ്. എന്താണെന്ന് വെച്ചാൽ ഞാനത് ഓൾറെഡി മുന്നേ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരു 1-2 മാസം മുന്നേ ചെയ്തിട്ടുണ്ട്. എനിക്കപ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കര ലൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഫീൽ ചെയ്തു. നമുക്ക് കളർ ചേഞ്ചും അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ പിഗ്മെന്റേഷനൊക്കെ മാറാനായിട്ട് ഇത് വളരെ ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ അവരെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് വൈകാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ്. നമ്മുടെ സ്കിന്നിന് ആദ്യം തന്നെ നമ്മൾ വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കുക. അതിനുശേഷം നമുക്ക് എന്താ പറയുക, നമ്മൾ ഇതിനൊന്ന് ക്ലെൻസ് ചെയ്തെടുക്കുക. അപ്പോൾ ക്ലെൻസ് ചെയ്യാനായിട്ട് ഞാൻ സാധാരണ നമ്മുടെ പാലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. പാല് ഞാനൊരു കോട്ടണിൽ ഒരു ചെറിയൊരു ടവലിൽ മുക്കിയിട്ട് ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ടവലിൽ മുക്കിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലെൻസ് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഈ ക്ലെൻസറായിട്ട് നിങ്ങൾക്ക് ലെമൺ പ്ലസ് ഹണി യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് മിൽക്കും യൂസ് ചെയ്യാം കേട്ടോ, റോ മിൽക്ക് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ഞവര പുഴുങ്ങിയ പാല്, അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് പുഴുങ്ങുന്നതെന്നൊക്കെ ഉള്ളത് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഈ ഞവര പുഴുങ്ങിയ പാലും നമുക്ക് ക്ലെൻസറായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. എന്നുവെച്ചാൽ നമുക്ക് അപ്പോഴും നമുക്ക് ഞവരയുടെ ഗുണങ്ങൾ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലെൻസിങ് സ്റ്റെപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് ഫേസ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. മസാജ് ചെയ്യാനായിട്ട് നമുക്ക് വേണമെങ്കിൽ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഏതാണ് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു ഓയിൽ എന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം. പിന്നെ എന്താണ്, എപ്പോഴും നമ്മളൊരു ഓയിൽ ഫേസിന് വേണ്ടി യൂസ് ചെയ്യാം കേട്ടോ. പിമ്പിൾസ് ഉള്ള സ്കിൻ ആണെങ്കിൽ അല്ലെങ്കിൽ ഓയിലി ആയിട്ടുള്ള സ്കിൻ ആണെങ്കിൽ ഓയിൽ യൂസ് ചെയ്യേണ്ട, അല്ലാത്തവർക്ക് ഓയിൽ യൂസ് ചെയ്യാം തീർച്ചയായിട്ടും. അപ്പോൾ എൻ്റെ സ്കിൻ നോർമൽ സ്കിന്നാണ്, അങ്ങനെ ഓയിലി ആയിട്ടുള്ള സ്കിന്നൊന്നുമല്ല. അപ്പോൾ ഞാൻ നമ്മുടെ തന്നെ ആയുർവേദ ക്ലിനിക്കിൽ ചെയ്യുന്ന ഒരു ഓയിലാണ്. നല്ല മണമാണ്, ഭയങ്കര ഇഷ്ടമുള്ള എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പ്രോഡക്റ്റ് ആണ്, കോസ്മെറ്റിക് പ്രോഡക്റ്റ് ആണ്. സ്കിൻ കെയർ ഓയിലാണ്, നമുക്ക് ഫുൾ ബോഡി അപ്ലൈ ചെയ്യാവുന്നതാണ്. നല്ല എന്താ പറയുക, നല്ലൊരു ആയുർവേദത്തിന്റെ എന്താ പറയുക ഒരു നല്ല നാച്ചുറൽ സ്മെല്ലാണ്, നല്ല രസമാണ്. അതിൽ മൺചട്ടി അങ്ങനെ കുറേ ഐറ്റംസ്, മഞ്ഞൾ, രാമച്ചം തുടങ്ങിയ കുറേ ഐറ്റംസ് ഇതിൽ ആഡഡ് ആണ്. അപ്പം ഞാനിത് വെച്ചിട്ടൊന്ന് നമ്മുടെ ഫേസിലൊന്ന് മസാജ് ചെയ്തെടുക്കുകയാണ്. മസാജ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ മുകളിലേക്ക് മസാജ് ചെയ്യുക. കവിള് തൂങ്ങാതൊക്കെ ഇരിക്കാനായിട്ട് നമുക്ക് ഏറ്റവും നല്ലത് മുകളിലേക്ക് മസാജ് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ ഭാഗത്തേക്കും മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്നും ചെയ്യണത് നമുക്ക് ഒട്ടും മടി കാണിക്കേണ്ടാത്തൊരു കാര്യമാണ് കേട്ടോ. എന്താ വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മുടെ ഫുഡായാലും അല്ലെങ്കിൽ നമ്മുടെ എയർ പൊല്യൂഷൻ, നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ എന്തോരം പൊല്യൂട്ടഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ് നമ്മുടെ ഫേസിലും അല്ലെങ്കിൽ നമ്മുടെ ബോഡി പാർട്സിലൊക്കെ കടന്നു കൂടുന്നത് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് പലരും മടിക്കുന്നവരുണ്ടാവും. അതുപോലെ തന്നെ ഇതെങ്ങനെ നമ്മൾ വീട്ടിൽ ചെയ്യും എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാകും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദൈവം ആയിട്ട് തന്നൊരു സൗന്ദര്യം നിങ്ങൾ കാത്തു സൂക്ഷിക്കുക എന്നുള്ളൊരു എന്താ പറയുക ഒരു കടമ നമുക്കുണ്ടല്ലോ അല്ലേ. അപ്പോൾ അത് തന്നെയാണ് ഞാനും ഇവിടെ ചെയ്യുന്നത്. നിങ്ങളും അത് തന്നെ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഓയിൽ അപ്ലൈ ചെയ്യാണ്. ഇപ്പോൾ പണ്ടത്തെ കാലത്തായിരുന്നു ബ്യൂട്ടി പാർലറിൽ പോകുന്നത് ഒരു വലിയൊരു അപരാധമായിട്ട് കണക്കാക്കുന്നത്. ഇപ്പോൾ പിന്നെ ബ്യൂട്ടി പാർലറിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധ്യതയില്ല, അല്ല വഴിയില്ല. എന്നാൽ പോലും നമുക്ക് വീട്ടിലിരുന്ന് ഇങ്ങനത്തെ കുറേ പൊടിക്കൈകളൊക്കെ വെച്ചിട്ട് നമുക്ക് സുന്ദരിയായിട്ടിരിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്തു, അത്യാവശ്യം മസാജ് ചെയ്തിട്ടുണ്ട്. എൻ്റെ മുകളിലും
ഒക്കെ മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു 8 to 10 മിനിറ്റ്സ് നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജോലിക്കിടയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ നമ്മുടെ ക്യാമറയുടെ മുന്നിൽ ഇങ്ങനെ ഇരുന്ന് ചെയ്യണം എന്നുള്ളൂ. നിങ്ങൾ ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് ജോലിയുടെ ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാവുന്നതാണ്. കാലത്ത് പണിയുടെ സമയത്തോ ടീച്ചറിൽ കയറുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഇത് ഗ്യാപ്പിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് വേപ്പറൈസേഷൻ ആണ്. വേപ്പറൈസേഷനിൽ നമുക്ക് പല രീതിയിൽ എന്താ പറയുക നമ്മുടെ മുഖത്തേക്ക് എന്താ പറയുക ആവി കൊള്ളിച്ച് കൊടുക്കാം. അത് എന്ന് പറയുന്നത് മെയിൻ ആയിട്ടുള്ള രീതി എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ആ ചെറിയൊരു വേപ്പറൈസർ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് മൂടി വെച്ച് നമ്മൾ ജലദോഷമൊക്കെ വരുമ്പോൾ പണ്ട് ചെയ്തിരുന്ന രീതിയിൽ ഇങ്ങനെ മൂടി വെച്ചിട്ടുള്ള വേപ്പറൈസേഷൻ ആ ഒരു രീതി ചെയ്യാം. നമ്മളൊരു വലിയൊരു പാത്രത്തിൽ വെള്ളം ചൂടാക്കിയിട്ട് മുഖത്തേക്ക് ആവി കയറ്റി വിടാം. ഇല്ലാന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ വഴി എന്ന് പറഞ്ഞാൽ ടവൽ, നല്ല ടർക്കി ടവൽ എടുത്തിട്ട് നന്നായിട്ട് ചൂടുവെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് ഡിപ്പ് ചെയ്തിട്ട് മുഖത്തേക്ക് നന്നായിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഈ ഓയിൽ നന്നായിട്ടൊന്ന് സെറ്റ് ആവും. അതായത് നമ്മുടെ ഓയിൽ ഉള്ളിലേക്ക് കയറാനുള്ള ഒരു പോഴ്സ് നമ്മുടെ സ്കിന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് നമ്മൾ ഈ ചൂട് കുറച്ചങ്ങോട്ട് കൊടുക്കുമ്പോഴത്തേനും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ആവി കൊണ്ടിട്ട് വരാം. ആവി കൊണ്ടിട്ട് നമുക്ക് ഈ ഒരു ഓയിലൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കണം. ബാക്കി വരുന്ന ഓയിലൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് ആവി കൊണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഒരു 8-10 മിനിറ്റിന് ശേഷം ഞാനൊന്ന് ആവി കൊണ്ടിട്ടുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ എന്താ പറയുക ഓയിലൊക്കെ അത്യാവശ്യം നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുടച്ചെടുക്കാം അല്ലേ. അത്യാവശ്യം നമ്മുടെ ടവലിലേക്ക് തന്നെ പറ്റി പിടിച്ചിരിപ്പുണ്ട് നമ്മുടെ ഓയിൽ എന്ന് പറയുന്നത്. എന്നാലും കൂടുതൽ വന്ന ഓയിൽ നമുക്കിതൊന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബിങ് സ്റ്റെപ്പാണ്. സ്ക്രബിങ്ങിൽ വരുന്നത് നമുക്ക് പല രീതിക്കുള്ള ഐറ്റംസ് വെച്ചിട്ട് സ്ക്രബ് ചെയ്യാം. അത് നമ്മുടെ ഫേസിന് എന്താ പറയുക നമുക്ക് അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് സ്ക്രബ് ചെയ്യണം. അപ്പോൾ ഞാൻ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഞവര അരി വെച്ചിട്ട് തന്നെ നമുക്ക് സ്ക്രബ് ചെയ്യാവുന്ന ഒരു രീതി ഞാൻ പറഞ്ഞുതരാം. ഒന്നുമില്ല, നമ്മുടെ ഞവര അരി എടുത്തിട്ട് അതായത് നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഞവര അരി എടുത്തിട്ട് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് അത് നല്ല അത്യാവശ്യം നല്ല ഫൈൻ പൗഡർ ആക്കി എടുക്കുക. തരിതരൂന്നുള്ള പൗഡർ ആക്കി എടുക്കരുത്, നല്ല നൈസ് ആയിട്ടുള്ള പൗഡർ ആക്കി എടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് ഫേസിലേക്ക് സ്ക്രബ് ചെയ്യുക. അപ്പോൾ അതാണ് ഇപ്പം നമ്മൾ ഫേസിൽ സ്ക്രബ് ചെയ്യാൻ പോകുന്നത്. അത് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യാൻ പോവാണ്. അതിലേക്ക് വേണമെങ്കിൽ കുറച്ച് മിൽക്ക് ആഡ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് വാട്ടർ ആഡ് ചെയ്തിട്ടാലും നമുക്ക് സ്ക്രബ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് അടുത്തെന്നുള്ളത് സ്ക്രബിങ് സ്റ്റെപ്പാണ്, അതിലേക്ക് പോവാം അല്ലേ. ഞാൻ അവരെ സ്ക്രബ്ബർ തന്നെയാണ് യൂസ് ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ സ്ക്രബ്ബേഴ്സ് ഒക്കെ യൂസ് ചെയ്യാം. ഇപ്പോൾ സ്ക്രബ് എന്ന് പറയുന്നത് നമ്മൾ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡെഡ് സെൽസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എന്താ പറയുക നാച്ചുറൽ ആയിട്ട് തന്നെ ഈ സ്ക്രബ്ബേഴ്സ് വെച്ചിട്ട്. പിന്നെ നമ്മുടെ ഷുഗർ ഉണ്ടല്ലോ, ഷുഗറും നല്ലൊരു സ്ക്രബ്ബറാണ് കേട്ടോ. അതിലധികം വെള്ളം ചേർക്കാതെ ജസ്റ്റ് ഒരു നനവ് മാത്രം കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ സ്ക്രബ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് അതിനൊന്ന് വാഷ് ചെയ്തിട്ട് വരാൻ പോവാണ്. അപ്പോൾ ഈ സ്റ്റെപ്സൊക്കെ നമുക്ക് എന്താ പറയുക നമ്മുടെ ആയുർവേദിക് സെൻറ്ററിൽ പോയി ചെയ്ത് കഴിഞ്ഞാൽ അവർ നല്ല പക്കയായിട്ട് ചെയ്തു തരാൻ പറ്റും, ചെയ്തു തരുന്നതാണ്. നമുക്ക് അത്രയും പെർഫെക്ഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തായാലും അവർ പഠിച്ച ആൾക്കാരാണ്, നമ്മൾ പഠിക്കാത്ത ആൾക്കാരാണ്. പക്ഷെ നമുക്ക് എന്നാൽ പോലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് പക്ഷെ തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിലും അല്ലെങ്കിൽ നമ്മുടെ ഇതിലൊക്കെ നല്ല ചേഞ്ച്, സ്കിൻ ടോണിലൊക്കെ നല്ല ചേഞ്ച് ഉണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ ആൻറ്റി ഏജിങ്, അതായത് ഇങ്ങനെ ചുളിവുകൾ വീഴുക അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ നമുക്ക് കുറേ നാളത്തേക്ക് നമ്മുടെ സ്കിന്നെ റീഫ്രഷ് ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് നമ്മൾ പുറത്തേക്കൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ മാക്സിമം പൊല്യൂട്ടഡ് ആണ് നമ്മുടെ എയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് പെട്ടെന്ന് ഡള്ളാവാനൊക്കെ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ടുണ്ട്. ഞാൻ അധികം ഉണങ്ങാനായിട്ട് സമ്മതിക്കുന്നില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് ഞാനൊന്ന് വാഷ് ചെയ്ത് പോവാണ് കേട്ടോ. ഞാൻ വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാൻ ഫേസൊക്കെ കഴുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മെയിൻ കാര്യമാണ് നമ്മുടെ എന്താ പറയുക നമ്മുടെ കിഴിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കിഴി ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് എന്താ പറയുക പാലിൽ വേവിച്ച ഞവരയാണ്. കുറച്ച് പാലെടുത്തിട്ടുള്ളൂ കേട്ടോ, വളരെ കുറച്ച് പാലെടുത്തിട്ടുള്ളൂ. അത് നമ്മൾ വെള്ളം ഒന്നും ചേർക്കാതെ പാലിൽ വേവിച്ച ഞവരയാണ്. ഞാൻ കുറച്ച് നേരം കുതിർക്കാനിട്ടു ഞവര. അതിനുശേഷം ഞാൻ കുക്കറിലിട്ട് വേവിച്ചു, പാലിലിട്ട് വേവിച്ചു. എന്നിട്ട് നമ്മൾ കിഴി കെട്ടാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് കിഴി വെച്ചിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കിഴി ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് പാലിൽ മുക്കിയിട്ടാണ് ചെയ്യുന്നത്. ഇത് വേവിച്ച് പാലല്ലോ, അത് മുക്കിയിട്ടാണ് ചെയ്യുന്നത്. പിഗ്മെന്റേഷൻ ഒക്കെ ഉള്ളതാണ് കുറച്ച് നേരം കൂടുതൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. കിഴി ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ സത്ത് മാത്രം പുറത്തേക്ക് വരും. അപ്പോൾ നമ്മളിങ്ങനെ പിഴിഞ്ഞ് കൊടുക്കുമ്പോഴത്തേനുണ്ടല്ലോ
ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിഴിയുക. അപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ ആ ഒരു ഇത് വന്നുകൊണ്ടിരിക്കും. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മളിങ്ങനെ പിഴിയുമ്പോഴത്തേനും നല്ല ബലത്തിൽ വേണം നമ്മൾ കിഴി കെട്ടാനായിട്ട്. എന്നിട്ട് ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഈ സംഭവം ഉണ്ടല്ലോ, ഇതിങ്ങനെ മുഖത്തേക്ക് വെച്ച് കൊടുക്കും. ഓക്കെ, നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുന്നത് തോറും ഇത് പുറത്തേക്ക് ഇങ്ങനെ ഇതിൻ്റെ ആ ഒരു ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. അതാണ് നമ്മൾ ശരിക്കും എടുത്തിട്ട് മുഖത്തേക്ക് വരുന്നത്. ഓക്കെ, ഒരു ക്രീം പോലെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ക്രീം പുരട്ടിയ ആ ഒരു സുഖമാണ് കിട്ടുന്നത് ശരിക്കും. നമ്മൾ ഫേസ് പാക്കൊക്കെ ചെയ്യുമ്പോഴത്തേനും നമുക്കിങ്ങനെ സോളിഡ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ടാവില്ല. ഇത് അതിലൊന്നും ഉണ്ടാവില്ല. ഈ ഒരു സംഭവത്തിൽ നിന്ന് പുറത്ത് വരുന്ന ഈ ഒരു സംഭവം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ കുറച്ച് നേരം ചെയ്യാം തീർച്ചയായിട്ടും. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ബോറടിക്കില്ല. ഞാൻ പാല് മുക്കിയിട്ട് ഞാൻ പാൽ ഞാൻ കളഞ്ഞിട്ടില്ല. നമുക്ക് ആ ഒരു വേവിച്ച പാൽ മൊത്തം നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇങ്ങനെ നല്ല ലൂസാവും. ഞാൻ ടൈറ്റ് ആയിട്ട് പാൽ മുക്കിയിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഇതിൻ്റെ പോഷൻ നമുക്ക് ഫുള്ളായിട്ട് കിട്ടണം. തീർച്ചയായിട്ടും കുറച്ച് നേരം ഇങ്ങനെ കിട്ടണം. ഇങ്ങനെ ക്രീം വന്നോടേ ഇരിക്കണം. ഇതിന് ഞാൻ മിക്സിയിൽ ചെറുതായി അടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ എന്നാലും നമുക്ക് ആ ഒരു ടേസ്റ്റ് കൊടുത്ത് നമുക്ക് പുറത്തേക്ക് വരുള്ളൂ. നല്ല സ്കിൻ നല്ല ടൈറ്റായി കഴിയിട്ടുണ്ട്. ഫാൻ്റെ ഇരിക്കുന്ന ടൈറ്റ് അപ്പോൾ നല്ല ടൈറ്റായി കഴിയുന്ന സ്കിൻ, അതായത് സ്കിൻ അബ്സോർബ് ചെയ്ത് നന്നായി അർത്ഥം. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആവാനായിട്ട് നമ്മൾ വെക്കുകയാണ്. അതിനുശേഷം നമ്മൾ നന്നായിട്ട് കഴുകുക. അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് അലോവേര ജെൽ യൂസ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ആസ് നമുക്ക് വാട്ടർ വെച്ചിട്ട് തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. നമ്മുടെ വളരെ സിമ്പിൾ അല്ലേ ഈ ഞവര എന്ന് പറയുന്ന ഞവര വെച്ചിട്ടുള്ളൊരു ഫേഷ്യൽ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം കേട്ടോ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സും ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇതൊന്ന് വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കാം. വലിയ പൈസ ചിലവൊന്നും ഇല്ലാണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കർക്കിടകത്തിൽ നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് ഫലം കിട്ടുന്നതാണ് പറയുന്നത് മാത്രമല്ല, അത് തെളിയിക്കപ്പെട്ട കാര്യം കൂടിയാണ്. അതുകൊണ്ടാണല്ലോ പണ്ടത്തെ കാലം തൊട്ട് നമ്മൾ കേരളീയർ ഈ ഒരു സമയത്ത് നമുക്ക് എന്താ പറയുക, നമ്മുടെ ശരീരം കാത്തു സൂക്ഷിക്കാനുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ കാണാം. ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് പിന്നെ നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ നമുക്ക് കാണാം. കർക്കിടകം സീരീസ് ഇനിയും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് വേറെ കുറേ പരിപാടികൾ സൈഡായിട്ട് നടക്കുന്നുണ്ട്. ക്രാഫ്റ്റ് ക്ലാസ്സസ് ഒക്കെ നടക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ബിഗ് താങ്ക് യു. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റ, ബൈ. യെസ്, അപ്പോൾ ഞാൻ ഇതേ മുഖമൊക്കെ കഴുകി വന്നു. സ്കിൻ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, ഒന്ന് ക്ലെൻസ് ആയിട്ടുണ്ട്. എന്താ പറയുക, പിന്നെ അത്യാവശ്യം ഒരു സ്കിൻ ടോൺ ഇവിടെയൊക്കെ എനിക്ക് ചെറുതായിട്ടൊരു പിഗ്മെൻറ്റേഷൻ ഉണ്ടായിരുന്നു. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഞാൻ മാസത്തിൽ 2 തവണ ട്രൈ ചെയ്യാമെന്നാണ് എന്നെ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്യുക. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് റിസൾട്ട് തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടാം കേട്ടോ. ഇത് ഏത് പ്രായക്കാർക്ക് യൂസ് ചെയ്യാമെന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും തീർച്ചയായിട്ടും. അപ്പോൾ ഇത് ഏതൊരു പ്രായക്കാർക്കും യൂസ് ചെയ്യാവുന്ന സംഭവമാണ്. ഈവൻ നമുക്ക് എന്താ പറയുക, ഒരു 20-25+ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. കൂടുതലും നമുക്കൊരു സ്കിൻ ടൈറ്റനിങ്ങും അതുപോലെ തന്നെ സ്കിൻ ബ്രൈറ്റനിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്കറിയാം ഞവര എന്ന് പറയുന്ന സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാതെ നമുക്ക് പ്യുവർ ആയിട്ടുള്ള നേച്ചറിൽ നമ്മൾ എടുക്കുന്ന സംഭവമാണ്. അപ്പോൾ നമുക്ക് സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാവില്ല തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. ടാറ്റ, ബൈ.